ഹലോ, വെൽക്കം ടു GK മിനിറ്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള സ്ഥാപനങ്ങളാണുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലും. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ദോസ് ബോഡീസ് ദാറ്റ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഭരണഘടന അനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഇനി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോഴോ, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഔട്ട്സൈഡ് എന്നാണ്. അതായത് ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അല്ലാത്ത സ്ഥാപനങ്ങൾ. അതിൽ വീണ്ടും രണ്ട് തരത്തിലുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നിയമപരമായ സ്ഥാപനങ്ങളാണ്. ദോസ് ബോഡീസ് ദാറ്റ് ആർ ഫോംഡ് ആസ് പെർ എ ലോ ഓർ എ സ്റ്റാറ്റ്യൂട്ട്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും നിയമം വഴി ഉണ്ടാകുന്നതായിരിക്കും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ആൻഡ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുമ്പോൾ അത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനം അല്ല, മാത്രമല്ല പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി അല്ല അത് ഫോം ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് ഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും. അതിന് എക്സാമ്പിൾ ഇനി വരുന്ന സ്ലൈഡിൽ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതിന് എക്സാമ്പിൾസും നോക്കാം. പറഞ്ഞില്ലേ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാണ്. അതിന് ഉദാഹരണമാണ് ഇലക്ഷൻ കമ്മീഷൻ, ദെൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ, പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നെ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങൾ, അവരെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസേഴ്സ്. ദെൻ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ദെൻ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്. ഇത് ഇത്രയും എന്ത് ബോഡീസാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്, അതായത് ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാണ്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി ഉണ്ടാകുന്നതായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്, അതായത് നിയമപരമായ സ്ഥാപനങ്ങൾ. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ. നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ. ദെൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് വിവരാവകാശ കമ്മീഷൻ. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, വനിതാ കമ്മീഷൻ. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ. ഇതും ഇതിന് മുന്നേ പറഞ്ഞതും തമ്മിൽ തെറ്റിപ്പോവരുത്. നേരത്തെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷമാണ് പറഞ്ഞത്. അത് വരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്നാണ്, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷൻ. ദെൻ NGT, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. പിന്നെ ലോക്പാൽ ലോകായുക്ത, പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ഓരോന്നിനും ഓരോ ക്ലാസിഫിക്കേഷനകത്തും ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് പഠിക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ദെൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ആംഡ് ഫോഴ്സസ് ട്രൈബ്യൂണൽ, ഇതെല്ലാം വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനകത്താണ്. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കുക, UIDAI, അതായത് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമുക്കറിയാം ആധാർ ആക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നൊരു സ്ഥാപനമാണ് അല്ലേ. ഇത് വരുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, എക്സിക്യൂട്ടീവ് ബോഡീസ് എന്ന് പറയുമ്പോഴേക്കും അത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അല്ലേ. അപ്പോൾ UIDAI വന്ന സമയത്ത് അതൊരു എക്സിക്യൂട്ടീവ് ബോഡിയായിരുന്നു, പക്ഷേ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2016 UIDAIക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ അതറിയപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് UIDAI സപ്പോസ് ഏതിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? UIDAI ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് തന്നെ പറയണം. ഓക്കെ, ഇനി എക്സിക്യൂട്ടീവ് ബോഡീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നീതി ആയോഗ്, ദെൻ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ബോഡീസിനകത്ത് വരുന്ന എക്സാമ്പിൾസ്. ഓക്കെ,
സോ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ്. ഓക്കെ, കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ്. ഓക്കെ, ദെൻ ഇതൊരു പെർമനൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, സ്ഥിരമായതും സ്വതന്ത്രമായ ഒരു സ്ഥാപനമാണ്. ഏത്? ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഇതിൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏത് ഭാഗത്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ 15ാമത്തെ ഭാഗത്താണ്, പാർട്ട് 15 നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഓക്കെ, ഏത് പാർട്ടിലാണ്? പാർട്ട് 15 ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324 324 അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ പാർലമെൻറ്റിലേക്കും ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സംസ്ഥാന നിയമസഭകൾ, അവിടേക്കും ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇത്രയും ഏരിയയിലേക്കുള്ള ഇലക്ഷനെ നോക്കി നടത്തുക, അതിനുവേണ്ടി ഡയറക്ഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക. ഈ ഫങ്ഷൻസ് ഒക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ വരുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 324. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള ഇലക്ഷൻസ്, പിന്നെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അവിടുത്തെ ഓഫീസുകളിലേക്കുള്ള ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, നോക്കി നടത്തുന്നത് ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി ആണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഇതൊരു ഓൾ ഇന്ത്യ ബോഡിയാണ്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ബോഡിയാണ്, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഏരിയകളിലേക്കുള്ള ഇലക്ഷൻ നോക്കി നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ ഇലക്ഷൻസ് ടു പഞ്ചായത്ത്സ് ആൻഡ് മുനിസിപ്പാലിറ്റീസ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എന്ന് പറഞ്ഞാൽ എന്താ, ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഓക്കെ, അതിനുവേണ്ടി സ്പെഷ്യലൈസ്ഡ് ബോഡി ഉണ്ട്. ഓരോ സംസ്ഥാനത്തും പ്രത്യേകം ഇലക്ഷൻ കമ്മീഷനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ പോയിൻറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുക, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കുന്നത്, അതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇവരുടെ കോമ്പോസിഷൻ, ഈ ഇലക്ഷൻ കമ്മീഷനിലെ കോമ്പോസിഷനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആരൊക്കെയാണ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്, എത്ര പേരാണ് അതിലുള്ളത് എന്ന് പറയുന്നതാണ്. ഓക്കെ, കൃത്യമായിട്ടൊരു കോമ്പോസിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്തായാലും വേണം, പിന്നെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസിഡൻറ്റ് തീരുമാനിക്കുന്ന എത്ര നമ്പറാണോ അത്രയും നമ്പർ ആൾക്കാർ, ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൃത്യമായിട്ടൊരു കോമ്പോസിഷൻ പറഞ്ഞിട്ടില്ല. എന്താണ്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വേണം, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസിഡൻറ്റ് തീരുമാനിക്കുന്ന എത്ര നമ്പറാണോ അത്രയും നമ്പർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് വേണം. അതായത് എത്ര ഇലക്ഷൻ കമ്മീഷണേഴ്സ് അവിടെ ആകാം എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? പ്രസിഡൻറ്റിന് തീരുമാനിക്കാം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പോയിൻമെൻറ്റ്, ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻറ്റ് തന്നെയാണ്. ദെൻ ടെന്യൂർ, അതായത് കാലാവധി, ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും കാലാവധിയെപ്പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് പ്രസിഡൻറ്റിന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി ഇപ്പോൾ ഈ കോമ്പോസിഷൻ എടുത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരാണുള്ളത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. എന്നാൽ ഇത് വരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26 അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് നിലവിൽ വന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയാമല്ലോ, ന്യൂഡൽഹിയിലാണ്. നിർവാചൻ സദൻ എന്ന് പറയും അതിനെ. ഓക്കെ, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ആ ബിൽഡിങ്ങിന് പറയുന്ന പേരാണ് നിർവാചൻ സദൻ, അതുകൂടെ ഓർത്തിരിക്കണേ.
ഇത് നിലവിൽ വന്ന ആ ഒരു ഡേറ്റ് മുതൽ 1989 വരെ, 1989 ഒക്ടോബർ 15 വരെ ഇതൊരു സിംഗിൾ മെമ്പേർഡ് ബോഡിയായിരുന്നു. അതായത് ഒരേ ഒരാൾ മാത്രമേ ഈ കമ്മീഷനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1989 ഒക്ടോബർ 16 മുതൽ ഇതിൽ പ്രസിഡൻറ്റ് 2 പേരെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ 1989 എന്ന് പറയുന്ന ഈ വർഷത്തിലാണ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഇലക്ഷൻ്റെ പ്രായപരിധി, അതായത് വോട്ടിങ്ങിൻ്റെ പ്രായപരിധി ഒന്ന് കുറച്ചത്, വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി കുറച്ചത്. 21 വയസ്സായിരുന്നു അതുവരെ, അതൊന്ന് കുറച്ച് 18 വയസ്സാക്കി. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989 വഴി, 61ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി 1989 രാജീവ് ഗാന്ധി ഗവൺമെൻറ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്കാക്കി കുറച്ചു വോട്ടിംഗ് പ്രായം. അപ്പോൾ എന്ത് വെച്ചാൽ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരും അല്ലേ. 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സിലേക്ക് കുറയ്ക്കുമ്പോൾ പിന്നെയും ഒരുപാട് ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അപ്പം വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ എന്ത് പറ്റും, ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസിഡൻറ്റ് 2 പേരെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തത് ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ട്. ഓക്കെ, ആൻഡ് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തു 1990 ജനുവരി വരെ. 1990 ജനുവരിയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, വീണ്ടും പഴയ പോലെ ആക്കി. പ്രസിഡൻറ്റ് വന്നിട്ട് ആ 2 പേരെ അങ്ങ് റിപ്പീൽ ചെയ്ത് വീണ്ടും പഴയ പോലെ ആക്കി. അപ്പോൾ 1990 ജനുവരി മുതൽ വീണ്ടും ഒരാളായിട്ട് മാറി, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് മാത്രമായിട്ട് മാറി അവിടുത്തെ സ്ട്രെങ്ത്ത്. പിന്നെ 1993 ഒക്ടോബറിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, വീണ്ടും പ്രസിഡൻറ്റ് 2 പേരെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ 1993 മുതൽ ഇപ്പോൾ വരെ, ഇപ്പോൾ 2021 പ്രസൻറ്റ് വരെ എത്ര പേരാണ് ഉള്ളത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1+2 ആണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഇതും വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. സോ ഇതൊന്ന് നോക്കാം. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 other ഇലക്ഷൻ കമ്മീഷണേഴ്സ് റിസീവ് ഈക്വൽ സാലറി ആൻഡ് ഈക്വൽ പവേഴ്സ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. ശരിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒരേ പവറും ഒരേ സാലറിയും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഓക്കെ, സാധാരണ എല്ലായിടത്തും ഇപ്പോൾ ചീഫ് എന്ന് പറയുമ്പോൾ കുറച്ച് പവറിൻ്റെ കാര്യത്തിലായാലും ശമ്പളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചൊന്ന് മുന്നേ നിൽക്കും മിക്കവാറും എല്ലായിടത്തും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് എത്ര രൂപയാണോ സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ ഒരു സർവീസ് കണ്ടീഷൻസും അല്ലെങ്കിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും കൂടാതെ തന്നെയാണ് മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന് കിട്ടുന്നത്. ശമ്പളമൊക്കെ ഈക്വലാണ്. ഓക്കെ, ആൻഡ് ആ ശമ്പളം പവേഴ്സും ഒക്കെ ആർക്ക് തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജിന് ഈക്വലൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി ജഡ്ജിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,50,000 ആണ്. ഇതൊക്കെ നമ്മൾ കോർട്ട് പഠിക്കുമ്പോൾ, ജുഡീഷ്യറി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, സുപ്രീം കോടതി ജഡ്ജിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 2,50,000 ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ 2,80,000 ആണ്, 2,80,000. ഇവിടെ സുപ്രീം കോടതി ജഡ്ജിൻ്റെ എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് സാലറി. അതേ സാലറിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണർക്കും കിട്ടുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെന്ന് വെച്ചോ, ഈ 3 പേരും തമ്മിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ ഒരു കേസിൽ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? മെജോറിറ്റി നോക്കിയിട്ടായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കുക. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ്റെ മോഡൽ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സെഷനിൽ കാണിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? മെജോറിറ്റി നോക്കിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 3 പേരുള്ളതിൽ 2 പേര് ഒരു അഭിപ്രായം, ഒരാൾ മാത്രം വ്യത്യസ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പേര് എന്ത് പറയുന്നോ അതനുസരിച്ചിട്ടേ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. അല്ലാതെ ചീഫ് പറയുന്നത് കേൾക്കണം അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, മെജോറിറ്റി അനുസരിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടൊരു കാലാവധിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാലാവധിയുണ്ട് ഇലക്ഷൻ കമ്മീഷന് 6 വർഷം. അതിപ്പം 3 പേർക്ക് ഒരുപോലെ തന്നെയാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അവർക്ക് ആ സ്ഥാനത്ത് തുടരാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ, ഏതാണോ ആദ്യം വരുന്നത് അങ്ങനെ. Then they can resign at any time or can be removed before the expiry of their term.
അവർക്ക് എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ രാജിക്കത്ത് കൊടുക്കുന്നത് പ്രസിഡൻറ്റിനാണ്. ഓക്കെ, റിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ രാജിക്കത്ത് കൊടുക്കുന്നത് പ്രസിഡൻറ്റിനാണ്. ആൻഡ് ഓർ ക്യാൻ ബി റിമൂവ്ഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദെയർ ടേം. ബട്ട് അവരുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ അവരെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇനി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നതിന് കുറച്ചൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് റിമൂവലിൽ. എന്തൊക്കെയാണ്? ഒന്ന്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് പ്രൊവൈഡഡ് വിത്ത് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനൊരു പ്രൊസീജിയറുണ്ട്. മാത്രമല്ല വ്യക്തമായ കാരണത്തോടു കൂടി മാത്രമേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാരണത്തോടു കൂടി മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് എൻജോയ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന്. ആ റിമൂവലിനൊരു പ്രൊസീജിയറും ഉണ്ട്. അതനുസരിച്ച് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള 2 റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, 2 ഇൻകപ്പാസിറ്റി. ഓക്കെ, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി, ഈ 2 കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ റിമൂവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ സെയിം ഗ്രൗണ്ട്സിൽ തന്നെ, അതേ ഒരു സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും റിമൂവ് ചെയ്യുന്നത്. അതായത് സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത് പാർലമെൻറ്റിൽ നിന്ന്. ഓക്കെ, സോ ഇവിടെയും റിമൂവലിന് വേണ്ടി സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇല്ലേ, അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ അവരെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻറ്റ് തന്നെയാണ്. ഇവിടെയും എല്ലാവരെയും റിമൂവ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് തന്നെയാണ്. പിന്നെ അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ, മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ റെക്കമെൻഡേഷൻ വേണം. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ ശുപാർശയോടുകൂടി മാത്രമേ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡസ് നോട്ട് ഹോൾഡ് ഹിസ് ഓഫീസ് ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ്. അതും ഓർത്തിരിക്കുക. ദേ ഡു നോട്ട് ഹോൾഡ് ദ ഓഫീസ് ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ്. എന്താണ് ഈ ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഫ്രേസ് നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കും ഈ അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് എത്ര നാൾ ഓഫീസിൽ ഇരിക്കുന്നു, ആ സ്ഥാനത്തിരിക്കുന്നു, അത്രയും നാൾ ഇപ്പോൾ നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് ആ വ്യക്തിക്കും ഇരിക്കാം എന്നാണ് പറയുന്നത്. ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റ് ആണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? ഡസ് നോട്ട് ഹോൾഡ് ദ ഓഫീസ് ടിൽ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റ് എന്നാണ്. അതായത് പ്രസിഡൻറ്റ് ഇപ്പം എത്ര നാൾ ഇരിക്കുന്നു അത്രയും നാൾ ഇരിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും റിമൂവ് ആയി പോകാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്ത് പോകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവുകളാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കുറവുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒന്ന്, ക്വാളിഫിക്കേഷൻ നോട്ട് ഫിക്സ്ഡ് അല്ലേ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരിടത്തും ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും ഇലക്ഷൻ കമ്മീഷണേഴ്സിനോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കോ വേണ്ട ക്വാളിഫിക്കേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ ടേം ഓഫ് മെമ്പേഴ്സ് നോട്ട് സ്പെസിഫൈഡ്, അവരുടെ കാലാവധിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അത് പ്രസിഡൻറ്റിന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ നോട്ട് ഡിബാർഡ് ഫ്രം ഫെർദർ അപ്പോയിൻമെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ അവർക്ക് ഇനി വേണമെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഇനി വേണമെങ്കിലും മറ്റ് ഗവൺമെൻറ് സ്ഥാനങ്ങളിൽ വേണമെങ്കിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സാധാരണ ചില കേസുകളിൽ നമ്മൾ പറയും, ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കും, ചില സ്ഥാപനങ്ങളിൽ ഇപ്പം ചെയർമാനായിട്ടൊക്കെ റിട്ടയർ ആകുന്ന വ്യക്തിക്ക് മറ്റ് ഗവൺമെൻറ് പൊസിഷൻസ് ഒന്നും പിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മറ്റ് ഗവൺമെൻറ് പൊസിഷൻസ് ഒന്നും പിന്നീട് വഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ക്ലോസ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫസ്റ്റ്, ടു ഡിറ്റർമൈൻ ദ ടെറിറ്റോറിയൽ ഏരിയാസ് ഓഫ് ഇലക്ടറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഓരോ മണ്ഡലത്തിലും ഏതൊക്കെ ഏരിയകൾ വരും, അല്ലെങ്കിൽ എത്രമാത്രം ഏരിയ ചേർത്ത് ഒരു മണ്ഡലം ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ. സെക്കൻഡ്, ഇലക്ടറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുക, അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കുക, എലിജിബിൾ ആയിട്ടുള്ളവരുടെ പേര് ചേർക്കുക, പിന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ തവണത്തെ ഇലക്ഷൻ വരുമ്പോഴും അതിനെ റിവൈസ് ചെയ്യുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾസ് ഓഫ് ഇലക്ഷൻ്റെ തീയതികൾ അനൗൺസ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഇതും ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനാണ്. ദെൻ ടു ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഇലക്ഷൻ സിംബൽസ് ടു ദം.
പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗീകാരം കൊടുക്കുക, അവർക്ക് ഇലക്ഷൻ്റെ വേണ്ട സിമ്പൽ കൊടുക്കുക. നമുക്കറിയാം ഓരോ പാർട്ടിക്കും ഓരോ സിമ്പലുണ്ടല്ലേ. ഈ സിമ്പൽ അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ടു ആക്ട് ആസ് എ കോർട്ട് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ഗ്രാൻറ്റിംഗ് ഓഫ് റെക്കഗ്നിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് അംഗീകാരം കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിച്ചു വിടുക, അതും ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനാണ്. Then to appoint officers for inquiring into disputes relating to electoral arrangements. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഓഫീസേഴ്സ് വേണം എന്നുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുക. ആ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. Then to determine the code of conduct to be observed by the parties and candidates at the time of election. ഇലക്ഷൻ്റെ സമയത്ത് ഈ പാർട്ടികളാണെങ്കിലും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഫോളോ ചെയ്യേണ്ട ഒരു മോറൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ഈ മോറൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെയൊക്കെ പറ്റി നമ്മൾ ഇലക്ഷൻസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി മാത്രമേ നോക്കുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഒരു ഭരണഘടനാപരമായ സ്ഥാപനമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇലക്ഷൻസിനെ പറ്റി നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ലക്ഷ്മികാന്തിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും മോറൽ കോഡ് ഓഫ് കോണ്ടക്റ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. Next function, to prepare a roster for publicity of policies of the political parties in radio and TV at the time of elections. ഇലക്ഷൻ്റെ സമയത്ത് ടി വിയിലും റേഡിയോയിലും ഒക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി പ്രചരണങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള പോളിസികൾ അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പോളിസിയെല്ലാം അവർ പബ്ലിഷ് ചെയ്യും അല്ലേ, പബ്ലിസിറ്റി കൊടുക്കും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പട്ടികകൾ തയ്യാറാക്കുക. Then to advise the president on matters relating to disqualification of MPs. എം പിമാരുടെ അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡൻറ്റിന് അഡ്വൈസ് കൊടുക്കുക. ദെൻ MLA അതായത് സ്റ്റേറ്റ് ലെവലിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ ഉള്ള മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർക്ക് അഡ്വൈസ് കൊടുക്കുക. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരെ അയോഗ്യരാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതും നമ്മൾ ഇലക്ഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇത്രയും ഓർത്തിരുന്നാൽ മതി. MPസിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യുക. ദെൻ MLAസിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവർണർക്ക് അഡ്വൈസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. Then to cancel polls in the event of rigging, booth capturing, violence and other irregularities. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളവോട്ടാണ്. ഓക്കെ, അത് ദെൻ ബൂത്ത് ക്യാപ്ചറിങ്, ഇപ്പം നിർബന്ധിതമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വരുന്നവരെ നിർബന്ധിച്ച് മറ്റു പാർട്ടികളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ വയലൻസ്, മറ്റ് ഇറഗുലാരിറ്റീസൊക്കെ വരുന്ന കേസിൽ എന്ത് ചെയ്യും? പോളിനെ ക്യാൻസൽ ചെയ്യാനുള്ള ആ ഒരു ഇലക്ഷൻ ആ ഒരു പോൾ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനുണ്ട്. നെക്സ്റ്റ്, ടു സൂപ്പർവൈസ് ദ മെഷീനറി ഓഫ് ഇലക്ഷൻസ് ത്രൂ ഔട്ട് ദ കൺട്രി. മെഷീനറി ഓഫ് ഇലക്ഷൻ അതായത് ഇലക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നേരാവണ്ണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക, മെഷേഴ്സ് എടുക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇലക്ഷൻ ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ടു അഡ്വൈസ് ദ പ്രസിഡൻറ്റ് വെദർ ദ ഇലക്ഷൻസ് ക്യാൻ ബി ഹെൽഡ് ഇൻ എ സ്റ്റേറ്റ് അണ്ടർ പ്രസിഡൻസ് റൂൾ. എന്താ പ്രസിഡൻസ് റൂൾ? പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഇമർജൻസീനെയാണ്. ഓക്കെ, 3 ടൈപ്പ് എമർജൻസി ഉണ്ട്. എമർജൻസിയൊക്കെ നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് പഠിക്കുമ്പോൾ പഠിക്കും. 3 ടൈപ്പ് എമർജൻസിയാണുള്ളത്: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടത്തുന്നതിനെ പറ്റി പ്രസിഡൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. നോർമലി പ്രസിഡൻസ് റൂൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാറില്ല. ഓക്കെ, ദെൻ to register political parties for the purpose of elections and grant them the status of national or state parties on the basis of poll performance. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ
അംഗീകാരം കൊടുക്കുന്നതിന് അതിൻ്റെ പോൾ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇലക്ഷൻ കഴിഞ്ഞ് അതിനുണ്ടാകുന്ന വിജയത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നാഷണൽ ലെവലിലുള്ള പാർട്ടി ആക്കണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള പാർട്ടിയായിട്ട് വേണോ, അതിനെന്ത് സ്റ്റേറ്റസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. അത് ഈ പോൾ പെർഫോമൻസിനെ വെച്ചിട്ട്, അതിൽ ആ പർട്ടിക്കുലർ പാർട്ടിക്ക് ഒരു പർട്ടിക്കുലർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വിജയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഉള്ള ഈ സ്റ്റേറ്റസ് കൊടുക്കുന്നതിനും ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറൊക്കെ നമ്മൾ ഇലക്ഷൻസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിട്ട് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സ് വരും. ഈ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ പോസ്റ്റിൽ എത്തുന്ന ആളുകളെന്ന് പറഞ്ഞാൽ സിവിൽ സർവൻസ് ആണ്. ഓക്കെ, IAS ഉദ്യോഗസ്ഥരായിരിക്കും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് വിത്ത് എ ടെന്യൂർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് വിത്ത് എ ടെന്യൂർ സിസ്റ്റം. അതായത് ഒരു നിശ്ചിത കാലാവധി സമയത്തേക്ക് മാത്രമായിരിക്കും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. IAS ഉദ്യോഗസ്ഥരായിരിക്കും അവർ. Then deputy election commissioners will be assisted by secretaries, joint secretaries, deputy secretary and under secretaries. Deputy election commissionersനെ അസിസ്റ്റ് ചെയ്തു വരുന്ന സെക്രട്ടറീസ് ഉണ്ടാവും, ജോയിൻറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറീസ് ഒക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ബിഗിനിങ്ങിൽ പഠിച്ചു. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ഉണ്ട്. ആൻഡ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് നടത്തുന്നതാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസിൻ്റെ ഡ്യൂട്ടി എന്നും പറഞ്ഞു അല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇലക്ഷൻസുമായിട്ട് നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ബന്ധമൊന്നുമില്ല. അത് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് നമ്മൾ പഠിച്ചു. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഒരു ചെയർമാൻ ഉണ്ട്. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോഴത്തെ ആരാണ്? A. ഷാജഹാനാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ A. ഷാജഹാനാണ്. ആൻഡ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോഴേക്കും അതിൻ്റെ കാലാവധി പറയുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്ന വരെ എന്നാണ്. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോഴേക്കും അത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാക്കുന്നത് വരെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. ഓക്കെ, ദെൻ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ കമ്മീഷൻ ഈസ് അസിസ്റ്റഡ് ബൈ ചീഫ് ഇലക്ടറൽ ഓഫീസർ. സ്റ്റേറ്റ് ലെവലിൽ ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റ് കൂടെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. ആൻഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓർത്തിരിക്കുക, ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഡിഫറൻസ് കൃത്യമായിട്ട് ഓർക്കണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കഷൻ വെച്ചതിന് ശേഷം ചീഫ് ഇലക്ടറൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഓക്കെ, 1993 മുതലാണ് ഈ ഒരു സ്ഥാപനം, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സംസ്ഥാനങ്ങളിൽ ഫോം ചെയ്തു തുടങ്ങിയത്. 1993 മുതൽ. കേരളത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപപ്പെട്ടത് 1993 ഡിസംബർ 3-നാണ്. ഓക്കെ, 1993 ഡിസംബർ 3-ന്. ദെൻ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന 2 ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 243(k)(1) ആർട്ടിക്കിൾ 243(k)(2). ആർട്ടിക്കിൾ 243(k)(1) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻ നോക്കി നടത്തുന്നതും ഡയറക്ഷൻസ് കൊടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും പിന്നെ ആ കേസുകളിൽ ഇലക്ട്രൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണെന്നും ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വേണമെന്നും ആ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ് എന്നും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243(k)(1). ഓക്കെ,
ആർട്ടിക്കിൾ 243(k)(2) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധിയും അപ്പോയിൻമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ രൂപപ്പെടുത്തുന്ന ഒരു നിയമം വഴിയാണെന്നാണ്. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ രൂപപ്പെടുത്തുന്ന ഒരു നിയമം വഴിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധിയും അപ്പോയിൻമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരു ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള മാനറിലാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യേണ്ടത് എന്നുമാണ് ആർട്ടിക്കിൾ 243(k)(2) പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഗവർണറാണ്, റിമൂവ് ചെയ്യുന്നതും ഗവർണറാണ്. പിന്നെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ റിസൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് റിസൈൻ ചെയ്യാം. അപ്പോൾ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ ആയിരുന്നു. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ ആയിരുന്നു. ഫസ്റ്റ് വിമൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വിമൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി. അവർ നമ്മുടെ 9th ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിരുന്നു VS രമാദേവി. ദെൻ ലോങ്ങസ്റ്റ് സെർവ്ഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ KVK സുന്ദരമായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് KVK സുന്ദരം. 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു സുനിൽ അറോറ. അതായത് തൊട്ട് മുന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു സുനിൽ അറോറ. ഇപ്പോഴത്തെ 2021 കണക്ക് പ്രകാരം ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. ആൻഡ് ഇപ്പോഴത്തെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് രാജീവ് കുമാറും അനൂപ് ചന്ദ്ര പാണ്ഡെയുമാണ്. നമ്മൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതിപ്പോഴത്തെ സുശീൽ ചന്ദ്രയാണ്. ദെൻ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്, അത് രാജീവ് കുമാറും അനൂപ് ചന്ദ്ര പാണ്ഡെയുമാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ? ഏതാ വരിക നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദേ എൻജോയ് ദ സെയിം സ്റ്റേറ്റസ് ആസ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണല്ലേ. ദേ എൻജോയ് ദ സെയിം സ്റ്റേറ്റസ് ആസ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ സാലറിക്കും പവേഴ്സിനും ഈക്വലൻ്റ് ആണ് ഇലക്ഷൻ കമ്മീഷണറുടെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മേ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ത്രൂ എ മോഷൻ അഡോപ്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മേ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ത്രൂ എ മോഷൻ അഡോപ്റ്റഡ് ബൈ പാർലമെൻറ്റ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഇതും കറക്റ്റാണ് അല്ലേ. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് റിമൂവ് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൽ നിന്നൊരു സ്പെഷ്യൽ മെജോറിറ്റി വരണം. അതുപോലെ തന്നെ പ്രസിഡൻറ്റ് റിമൂവ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റും കറക്റ്റാണ്, സെക്കൻഡും കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? നൺ ഓഫ് ദ എബവ്. പറഞ്ഞിട്ടുള്ളത് 2ഉം കറക്റ്റ് ആയതുകൊണ്ട് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഏതാണ്? നൺ ഓഫ് ദ എബവ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ ഡാഷ്. ഏത് തരം സ്ഥാപനമാണെന്ന് ചോദിച്ചിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇലക്റ്റീവ് ബോഡി, നൺ ഓഫ് ദ എബവ്. ഏതാണ് ഇലക്ഷൻ കമ്മീഷൻ? നമ്മൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഇന്ന്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ, ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ആർട്ടിക്കിൾ 324 പ്രകാരം. നെക്സ്റ്റ്, ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ സൂപ്പർവൈസസ് ദ ഇലക്ഷൻ വർക്ക് ഇൻ എ സ്റ്റേറ്റ്. ഹീ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡാഷ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ, അതായത് ഓരോ സംസ്ഥാനത്തും വരുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് തന്നെയാണ് അല്ലേ. ചീഫ് ഇലക്ടറൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്. അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഓരോ സ്റ്റേറ്റിലേക്കുമുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗവർണർ എന്നൊക്കെ ഉള്ള ഓപ്ഷൻ കാണും, അത് വെച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരെയാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെയാണ്. സംസ്ഥാനത്ത് വരുന്ന ഇലക്ഷൻ കമ്മീഷണറെയാണ് ഗവർണർ വന്നിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെയാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്. അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് ഇതിലേതാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം. നോക്കാം. ഫസ്റ്റ്, ഇറ്റ്സ് കോമ്പോസിഷൻ ഇസ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാണ് അല്ലേ? കോമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷനൊന്നും, അതായത് അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. കോമ്പോസിഷൻ മാത്രമല്ല, ക്വാളിഫിക്കേഷൻസോ ടെന്യൂറോ കാലാവധി അതിനെ പറ്റിയിട്ടൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. സെക്കൻഡ്, ഇറ്റ് കണ്ടക്ട്സ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഓൾസോ. അതും തെറ്റാണ് അല്ലേ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് നോട്ട് കൺസേൺഡ് വിത്ത് ലോക്കൽ ഇലക്ഷൻസ് എന്ന് ആദ്യമേ നമ്മൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ്, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷൻസ് ഒക്കെ നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് അവിടെ റോളില്ല എന്ന് ആദ്യമേ പറഞ്ഞു. സോ അതും തെറ്റാണ്. നെക്സ്റ്റ്, the chief election commissioner does not have more powers than the other election commissioners. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനേക്കാൾ കൂടുതൽ അധികാരമോ സാലറിയോ ഒന്നും അങ്ങനെ കൂടുതലായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഇക്വലൻ്റ് ആണ്. അവർക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് സാലറിയും മറ്റ് പവേഴ്സ് എല്ലാം. അത് സുപ്രീം കോടതി ജഡ്ജിന് ഇക്വലൻ്റ് ആണെന്നും നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ്, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇസ് മെയ്ഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ്. തെറ്റാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ഒന്നും അല്ല, പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ്, ദ കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് റീജിയണൽ കമ്മീഷണേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആണോ? അല്ല, അതും തെറ്റാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും റീജിയണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും ഒക്കെ കാലാവധിയും സർവീസ് കണ്ടീഷൻസും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ആർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്? പ്രസിഡൻറ്റിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. തേർഡ്, ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എമംഗ്സ്റ്റ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ദ വ്യൂ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രിവെയിൽസ്. ഈ സ്റ്റേറ്റ്മെൻറ്റോ? ഇതും തെറ്റാണ്. നമ്മൾ പറഞ്ഞു ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും പവേഴ്സിൻ്റെ കാര്യത്തിലായാലും സാലറിയുടെ കാര്യത്തിലായാലും ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഡിസിഷൻ അനുസരിച്ചാണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, മെജോറിറ്റി എന്ത് പറയുന്നു അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ഫൈനൽ ഒപ്പീനിയൻ പോകുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എനി ഇലക്ഷൻ കമ്മീഷണർ or a regional commissioner cannot be removed from office except on the recommendation of the CEC, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയോ റീജിയണൽ ഇലക്ഷൻ കമ്മീഷണറെയോ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പ്രസിഡൻറ്റിന് ഡയറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. only with the recommendation from ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ അവിടെ റിമൂവൽ സാധ്യമായിട്ട് വരുള്ളൂ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരി. ബാക്കി 3 റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് നോട്ട് വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. താഴെ തന്നിട്ടുള്ളതിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടീസിൽ വരാത്തത് ഏതാണ്? ഓക്കെ, ഫസ്റ്റ്, കൺട്രോൾ ആൻഡ് കണ്ടക്ട് ഇലക്ഷൻസ്, ഓഫ് കോഴ്സ് ഡ്യൂട്ടിയാണ്. ദെൻ സൂപ്പർവൈസ് ഇലക്ഷൻസ്, അതും ഡ്യൂട്ടിയാണ്. ഡയറക്റ്റ് ഇലക്ഷൻസ്, അതും ഡ്യൂട്ടിയാണ്. നമ്മൾ ആർട്ടിക്കിൾ 324 അനുസരിച്ച് പറയുമ്പോൾ പാർലമെൻറ്റിലേക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക്, പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഓഫീസിലേക്ക് ഉള്ള ഇലക്ഷൻസിൻ്റെ സൂപ്പറിൻറ്റൻഡൻസ്, അതായത് നോക്കി നടത്തുന്നത്, ദെൻ ഇലക്ഷൻസ് ഡയറക്റ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു അല്ലേ? ദെൻ കണ്ടക്ട് ലോക്കൽ ഇലക്ഷൻസ്, ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ അല്ല. അതിന് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഉത്തരമല്ലാത്തത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഓൾ ഇലക്ഷൻസ് ടു ദ പഞ്ചായത്ത്സ് ആർ വെസ്റ്റഡ് ഇൻ. ആർക്കാണ്? പഞ്ചായത്ത്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസാണ് അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, സോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലെ ആദ്യത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.